ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളുടെ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സീരീസാണ് നടന്നിട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1-ൽ നമ്മളതിൽ പറഞ്ഞിട്ടുള്ളത് ഓണേഴ്സ് ഡിഗ്രി എന്താണ്, എത്ര ടൈപ്പിലാണ് പുതിയ കരിക്കുലം അനുസരിച്ചിട്ട് ഡിഗ്രി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയുന്നത് 4 വർഷം ഡിഗ്രി പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇത് മൂന്നാമത്തെ പാർട്ട്. ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പുതിയ 4-ഇയർ ഡിഗ്രി കരിക്കുലത്തിൽ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയാം, +2 കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കോഴ്സ് എന്ന ഒരു ടേം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്, പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇന്ന കോഴ്സാണ് പഠിക്കുന്നത്. ലൈക്ക് നിങ്ങളുടെ മൈൻഡിൽ കോഴ്സ് എന്ന് പറയുന്നത് BBA, BCom, BSc എന്ന് പറയുന്ന കോഴ്സുകളായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോഴ്സ് എന്ന് ഇനി ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിനെയാണ്. കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് ആണ്. ഇനി നിങ്ങൾ ഈ പറഞ്ഞ BCom, BBA അല്ലെങ്കിൽ BSc ഫിസിക്സ്, BSc കെമിസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കോഴ്സ്, പ്രോഗ്രാം എന്ന 2 ടേം കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. കോഴ്സ് എന്ന ടേം കൊണ്ട് അർത്ഥമാവുന്നത് സബ്ജക്റ്റുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് നമ്മൾ പഠിക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് BSc, BCom എന്നൊക്കെ പറയുന്നത് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പുതിയ കരിക്കുലത്തിൽ കോഴ്സുകൾ, സബ്ജക്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട 2 ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് മേജർ കോഴ്സസ് ആൻഡ് മൈനർ കോഴ്സസ്. മേജർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടേം കേൾക്കുമ്പോൾ മനസ്സിലാവും, മേജർ എന്ന് പറയുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കോഴ്സുകളാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള പേപ്പേഴ്സാണ്. മേജർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിപ്ലിനിൽ വളരെയധികം അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കോഴ്സുകളുണ്ടാവും. ഇതാണ് മേജർ കോഴ്സുകൾ. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല, ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് BCom പ്രോഗ്രാം പഠിക്കാനാണെങ്കിൽ, BCom പഠിക്കുന്ന ഒരു കുട്ടി, കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട കുറച്ച് മേജർ പേപ്പറുകൾ, ഇമ്പോർട്ടൻറ്റ് പേപ്പറുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്, ടാക്സേഷൻ പോലുള്ള പേപ്പറുകൾ കൊമേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പേപ്പറുകളാണ്. ഇതിനെ നമ്മൾ മേജർ കോഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾ BSc പഠിക്കുന്ന ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BSc സുവോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ BSc സുവോളജിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പേപ്പറുകൾ ഉണ്ടാവുമല്ലോ, ആനിമൽ കിങ്ഡം, ആനിമൽ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേപ്പേഴ്സ്, ഇതെല്ലാം അതിൻ്റെ മേജർ കോഴ്സുകളായിട്ട് വരും. ഈ പറയുന്ന മേജർ കോഴ്സുകൾ ഓൾറെഡി നിങ്ങളുടെ കരിക്കുലത്തിൽ, നിങ്ങളുടെ സിലബസിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷൻ അല്ല, അത് നിർബന്ധമായിട്ടും മേജർ കോഴ്സുകൾ എന്താണോ നിങ്ങളുടെ സിലബസിനകത്ത് ഇട്ടിട്ടുള്ളത് അത് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി മൈനർ കോഴ്സസ് ഉണ്ട്. മൈനർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മേജർ കോഴ്സുകൾ ഉണ്ടല്ലോ, ആ മേജർ കോഴ്സുകളുടെ ക്വാളിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡിസിപ്ലിനില്ലേ, നിങ്ങൾ എടുക്കുന്ന BCom ആണെങ്കിലും BSc സുവോളജി ആണെങ്കിലും BSc കെമിസ്ട്രി ആണെങ്കിലും ആ പറയുന്ന പ്രോഗ്രാമുകളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അതിന് നമ്മളെ സഹായിക്കുന്ന കോഴ്സുകളാണ് മൈനർ കോഴ്സുകൾ. അപ്പോൾ ഈ മൈനർ കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി നിങ്ങൾക്ക് സിലബസിനകത്ത് ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടാവും. ഇനി ആ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടോ, ഏതൊക്കെ മൈനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിങ്ങൾ എടുക്കുന്ന BCom ആണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവില്ലേ, സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ മൈനർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിലബസിൽ കിടക്കുന്ന കോഴ്സല്ല നിങ്ങൾക്കിനി ഈ പറയുന്ന മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൈനർ കോഴ്സ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പോയി എടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സിലബസിന് അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൈനർ കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസിപ്ലിൻസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുത്ത് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെലക്റ്റീവായിട്ട് എടുക്കാവുന്ന പേപ്പറുകളാണ്. ഇനി സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എഗെയിൻ നിങ്ങൾ BSc സുവോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സുവോളജി ആ ഒരു സിലബസിനകത്ത് ഓൾറെഡി മൈനറായിട്ട് ഏതെങ്കിലും പേപ്പറുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും പേപ്പർ പഠിക്കണം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈക്രോബയോളജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനർ കോഴ്സുകളായിട്ട് അവരുടെ കോഴ്സുകൾ പഠിക്കാം, ലൈക്ക് ജെനറ്റിക്സ്,
മൈക്രോബയോളജി അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈനർ കോഴ്സുകളായിട്ട് എടുത്ത് പഠിക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ എപ്പോഴും നല്ലത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങളുടെ മേജർ കോഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇംപ്രൂവ് ചെയ്യുന്ന കോഴ്സുകൾ നോക്കി എടുക്കുന്നതായിരിക്കും. ചുമ്മാ ഒരു ഇപ്പം അവിടെ ഒരു മാത്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ബികോം പഠിക്കുന്ന ഒരു കുട്ടി ഒരു ബന്ധമില്ലാത്ത ഒരു പേപ്പർ പോയി എടുത്ത് പഠിക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഡിസിപ്ലിനോട് സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുണകരമായിട്ട് വരുന്ന ഒരു കോഴ്സുകൾ എടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു ടൈപ്പ് ഓഫ് കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അല്ലെങ്കിൽ MDC എന്ന് പറയുന്നത്. അപ്പോൾ ഈ MDC എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസിൽ വരുന്ന കോഴ്സുകളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സിലബസിൽ ഇപ്പോൾ BCom ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും BSc ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും അതിനകത്ത് തുടക്കത്തെ സെമിസ്റ്ററുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ സെമിസ്റ്ററുകളിൽ MDC കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ നിർബന്ധമായിട്ടും MDC കോഴ്സ് ഒരെണ്ണം ഈ പറയുന്ന തുടക്കത്തെ സെമിസ്റ്ററുകളിൽ എടുത്ത് പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിലബസിനകത്ത് ഒരു MDC കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താണോ +2 പഠിച്ചത് അത് വീണ്ടും പഠിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ജോയിൻ ചെയ്തത് BComനാണ്, നിങ്ങൾ +2 പഠിച്ചത് കൊമേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BComന്റെ സിലബസിനകത്ത് MDC എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഇട്ടിട്ടുണ്ടാവും നമ്മുടെ ടീച്ചേഴ്സ്. അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ +2 കൊമേഴ്സ് ആണ് ഓൾറെഡി പഠിച്ചിരിക്കുന്നത്. വീണ്ടും കൊമേഴ്സിൻ്റെ ഒരു പേപ്പറും കൂടെ അവിടെ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന അതേ കോളേജിൽ തന്നെ BA ഇംഗ്ലീഷ് ഉണ്ടാവാം, BSc കെമിസ്ട്രി ഉണ്ടാവാം, BSc സുവോളജി ഉണ്ടാവാം, BSc ബയോടെക്നോളജി ഉണ്ടാവാം, BBA ഉണ്ടാവാം, ഇല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും. ഇത് ഈ പറയുന്ന കോഴ്സുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പറയുന്ന എല്ലാവരുടെയും സിലബസുകളിൽ ഈ പറയുന്ന MDC ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവരുടെ എല്ലാ സിലബസുകളും നോക്കിയിട്ട് ഇതിൽ ഏതിൻ്റെ MDC ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ഒറ്റ ഒരു റൂളേ ഉള്ളൂ, നിങ്ങൾ +2 പഠിച്ച ഒരു പേപ്പർ ഒരു സബ്ജക്റ്റ് വീണ്ടും MDC എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിലെടുത്ത് പഠിക്കാൻ പറ്റില്ല. +2 പഠിക്കാത്ത ഒരു പേപ്പർ വേണം നിങ്ങൾ MDCയിൽ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൽ വരുന്ന ഒരു റൂൾ. ഇനി ഈ പറയുന്ന MDC നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. നിങ്ങളെ ഇന്ന ഡിപ്പാർട്ട്മെന്റിന്റെ MDC തന്നെ എടുത്ത് പഠിക്കണം എന്ന് നിങ്ങളോട് ആരും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് MDC വേണമെങ്കിലും എടുക്കാം. പ്രശ്നം എന്താണ്, നിങ്ങൾ +2 പഠിച്ച ഒരു പേപ്പർ ആവരുത്. ഇത്രേ ഉള്ളൂ അതിൽ വരുന്ന റൂൾ. അപ്പോൾ MDC നിങ്ങൾക്ക് തുടക്കത്തെ സെമിസ്റ്ററുകളിൽ MDC എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ +2 പഠിക്കാത്ത ഏതെങ്കിലും കോഴ്സുകൾ എടുത്ത് പഠിക്കാം. ദെൻ അടുത്തത് AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സുകളാണ്. ഇതും നിങ്ങളുടെ സിലബസിലെ ആദ്യത്തെ സെമിസ്റ്ററുകളിലാണ് ഉണ്ടാവുക. ഫസ്റ്റ് സെക്കൻഡ് സെമിസ്റ്ററിലൊക്കെയാണ് AEC എന്ന് പറയുന്ന കോഴ്സുകൾ ഉണ്ടാവുക. AEC കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലാംഗ്വേജ് സ്കിൽസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള കോഴ്സുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഇല്ലെങ്കിൽ നമ്മുടെ മലയാളം, ഹിന്ദി, ജർമ്മനി, ഫ്രഞ്ച് അതുപോലുള്ള ലാംഗ്വേജുകളാണ് നമ്മൾ AEC എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ജോലിക്കോ ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഒരിക്കലും ഹയർ സ്റ്റഡീസിനോ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഈ പറയുന്ന AEC എന്ന് പറയുന്ന കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സെമിസ്റ്ററുകളിൽ ഫസ്റ്റ് സെക്കൻഡ് സെമിസ്റ്ററിലൊക്കെ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിൽ ഏതൊക്കെ ലാംഗ്വേജസ് അവൈലബിൾ ആണ് എന്നുള്ളത് അന്വേഷിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് എടുത്ത് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ അനുസരിച്ചിട്ട്. ഇനി ഒരു പ്ലാനും ഇല്ലേ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാം, മലയാളം പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഭാവിയിൽ ജർമ്മനി പോകണം എന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിക്കാം. അങ്ങനെ ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അവിടെ എടുത്ത് പഠിക്കാം. അപ്പോൾ AEC എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകളാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജസ് ആണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് അല്ലെങ്കിൽ SEC. പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള കോഴ്സുകളാണ്. സ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണോ ഏത് പ്രോഗ്രാം ആണോ നിങ്ങൾ എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോഴ്സസ് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന SECയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവുക. SEC എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ടീച്ചേഴ്സ്
നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് SEC എന്താണോ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിട്ടുള്ളത് അത് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ SEC എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾക്ക് നാളെ ഒരിക്കലും ഒരു ജോലിക്ക് പോകേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സ്കില്ലായിരിക്കും ആദ്യം നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതായിരിക്കാം ഒരു ജോലിക്ക് പോകുമ്പോൾ ആദ്യം നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ കുറച്ച് സ്കില്ലുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BCom പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് ടാലി പോലുള്ള ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ബേസിക് കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്കില്ല് നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാം BCom-ആയിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് ആണ്. പിന്നെ ഇനി സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ BSc സുവോളജിയോ BSc കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലബോറട്ടറി സ്കില്ലായിരിക്കും. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് മുതൽ നിങ്ങൾ ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങളിലായിരിക്കാം നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഈ SEC-യിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഏത് പ്രോഗ്രാം ആണോ നിങ്ങൾ പഠിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ദെൻ അടുത്തതാണ് വാല്യൂ അഡീഷൻ കോഴ്സസ് അല്ലെങ്കിൽ VAC എന്ന് പറയുന്നത്. ആ വാക്ക് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസിനെ കൂട്ടാനുള്ള കോഴ്സുകളാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഈ VAC എന്ന് പറയുന്ന പേരിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കോഴ്സസ്. ഇതും എഗെയിൻ നിങ്ങളുടെ ടീച്ചേഴ്സ് സിലബസിനകത്ത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ട ഒരു വാല്യൂ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, എന്താണോ സിലബസ് കിടക്കുന്നത് അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ VAC എന്ന് പറയുന്നത് തുടക്കത്തെ സെമിസ്റ്ററുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ VAC പേപ്പേഴ്സിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാനുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് കൂട്ടാനുള്ള, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അവെയർനെസ് ഒക്കെ കൂട്ടാനുള്ള പേപ്പറുകളായിരിക്കും നിങ്ങൾ VAC-യിൽ പഠിക്കുന്നത്. ഇനി മറ്റേ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് പഠിക്കത്തില്ലേ, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന വാല്യൂ അഡീഷൻ കോഴ്സായിട്ട് കൂട്ടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരുന്ന ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഹെൽത്ത് ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണല്ലോ. നിങ്ങളുടെ വാല്യൂ കൂട്ടാനുള്ള ഒരു കോഴ്സല്ലേ അത് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ചിലപ്പോൾ സൈക്കോളജിക്കൽ പേപ്പേഴ്സും നമ്മൾ ഈ പറയുന്ന വാല്യൂ അഡീഷൻ കോഴ്സുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വാല്യൂ അഡീഷൻ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കുറച്ചും കൂടെ നന്നാക്കി എടുക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ പേപ്പർ ഡിസൈൻ ചെയ്തിട്ട് ഉള്ള ടീച്ചേഴ്സിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് കൂട്ടുക എന്നുള്ളതാണ് ഈ പറയുന്ന പേപ്പർ കൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് കോഴ്സാണ് ഓഡിറ്റ് കോഴ്സ്. ഈ ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിലൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കരിക്കുലത്തിനകത്ത് ഓഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ എന്താണ് ഈ ഓഡിറ്റ് കോഴ്സ് ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്നറിയോ? നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പഠിപ്പിസ്റ്റുകളും ഉണ്ടാവില്ലേ നമ്മളുടെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള പഠിപ്പിസ്റ്റുകൾക്ക് ചിലപ്പോൾ ചില പേപ്പറുകൾ എക്സ്ട്രാ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ BCom-ഓ BSc-യോ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചിട്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത കോളേജിൽ ഒരു പ്രത്യേക തരം ഒരു കോഴ്സ് അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേട്ടു. അത് നിങ്ങൾക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, അതിനോടൊരു താല്പര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് എന്താണ് ആ കോഴ്സിൽ അവരെ പഠിപ്പിക്കുന്നത് അതിനെ ഒന്ന് പറ്റി ഒന്ന് കേട്ടാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ എക്സാം എഴുതാനോ അതിൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കാനോ സെമിനാർ എടുക്കാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് എന്താണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോയി ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കോളേജിലോ നമ്മൾ ജോയിൻ ചെയ്തിട്ടോ കോളേജിലോ ഇല്ലെങ്കിൽ മറ്റൊരു കോളേജിലോ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സിന് പോയി അതിൻ്റെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയി ഏകദേശം ഒരു 75% അറ്റൻഡൻസ് അവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുണ്ടാവും. ഫൈനൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുമല്ലോ യൂണിവേഴ്സിറ്റി. ആ സർട്ടിഫിക്കറ്റിനകത്ത് ഇന്ന കോഴ്സ് ഈ കുട്ടി ഓഡിറ്റ് കോഴ്സായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടാവും. ഇതിലുള്ള ഒരു ഇത് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ കാര്യം അറിയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുള്ളത് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു എക്സ്ട്രാ കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൽ നിന്നും മനസ്സിലാക്കാം.
ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാം ഒന്നും നിങ്ങൾ എഴുതുന്നില്ല, അതിൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കുന്നില്ല, സെമിനാർ വയ്ക്കുന്നില്ല, അതിൻ്റെ യാതൊരു ഇവാലുവേഷൻ മെത്തേഡ്സിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതിന് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും കിട്ടില്ല. നമ്മൾ ക്രെഡിറ്റ് എന്താണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യാത്ത കാരണം ക്രെഡിറ്റ് ഒന്നും കിട്ടില്ല, യാതൊരു മാർക്കും അതിനകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ 75% ക്ലാസ്സുകൾ നമ്മളവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ഓഡിറ്റ് കോഴ്സായിട്ട് നിങ്ങൾ ചെയ്തു എന്ന് സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ കരിക്കുലത്തിൽ വന്നിട്ടുള്ള പുതിയ ടൈപ്സ് ഓഫ് കോഴ്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് കോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതെന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് MDC കോഴ്സും അതുപോലെ നിങ്ങളുടെ മൈനർ കോഴ്സുകളുമാണ്. ബാക്കിയെല്ലാം തന്നെ നിങ്ങളുടെ സിലബസിൽ ഓൾറെഡി നിങ്ങളുടെ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മൈനർ കോഴ്സും MDC കോഴ്സും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളെ ആരും ഫോഴ്സ് ചെയ്യില്ല. പിന്നെ ഓഡിറ്റ് കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ഓഡിറ്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സപ്പോസ് എഗെയിൻ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ BCom ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ നിങ്ങൾക്ക് തൊട്ടടുത്ത കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്കൊരു താല്പര്യം സൈക്കോളജി പഠിച്ചാൽ കൊള്ളാമെന്ന്, പക്ഷേ അതിൻ്റെ എക്സാം ഒന്നും എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത കോളേജാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആണെങ്കിലും ഈ പറയുന്ന സൈക്കോളജി കോഴ്സ് നിങ്ങൾക്ക് പോയി പഠിക്കാം. അവിടെ പോയി അതിൻ്റെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാം. ആ ടീച്ചറുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമുള്ള സമയങ്ങളിൽ പോയി നിങ്ങൾക്കത് പഠിച്ചെടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ എക്സാം എഴുതണ്ട, അതിൻ്റെ അസൈൻമെൻറ്റ് എഴുതണ്ട, സെമിനാർ എടുക്കണ്ട, അതിൻ്റെ യാതൊരു ഇവാലുവേഷൻ മെത്തേഡ്സിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട. അവസാനം നിങ്ങൾക്ക് അതിനകത്ത് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഇന്ന കുട്ടി സൈക്കോളജി BCom പഠിച്ച ഈ കുട്ടി സൈക്കോളജി ഒരു ഓഡിറ്റ് കോഴ്സായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണും. അത് നിങ്ങൾക്കൊരു എക്സ്ട്രാ ക്രെഡിറ്റ് ആയിട്ട്, ക്രെഡിറ്റ് മീൻസ് പോയിന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നമ്മൾ പറയില്ല എക്സ്ട്രാ ഒരു വാല്യൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു എക്സ്ട്രാ തൂവലായിട്ട് നിങ്ങളുടെ കയ്യിൽ ആ പറയുന്ന ഒരു കോഴ്സ് ഉണ്ടാവും. അതാണ് ഓഡിറ്റ് കോഴ്സിന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ പുതിയ കരിക്കുലത്തിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സാണ്. നിങ്ങൾ എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഞാൻ ഇനി ഫീച്ചേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്.